ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റിയിട്ടാണ്. ഇവിടെ ഇൻറ്റേൺഷിപ്പിനും അല്ലാതെ വരുന്ന കുറേ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ്, എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, എങ്ങനെയാണ് അതിനകത്തൂടെ മണി ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒക്കെ. അപ്പോൾ ഒരുപാട് പേര് നമ്മളടുത്ത് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് തോന്നി എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തുകൂടാന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് എക്സറയുടെ ഫൗണ്ടറായ ശരൺ സാറാണ്. നമുക്ക് സാറിനോട് ചോദിക്കാം. സാർ, എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഇ കൊമേഴ്സ് മെത്തേഡാണ്. ഓക്കെ, അതായത് ഒരു ഇ കൊമേഴ്സ് സൈറ്റ് തന്നെ. ഇപ്പൊ നോർമലി ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ ഒരു സൈറ്റ് തന്നെയാണ്. പക്ഷേ ഫ്ലിപ്കാർട്ട്, ആമസോൺ സൈറ്റുകൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോക്ക് സൂക്ഷിക്കണം. അതേപോലെ തന്നെ അവർക്ക് ഡെലിവറി ഏജൻസിന് വേണം. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്, ഇ കൊമേഴ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയതിന് ശേഷം, ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കിയതിന് ശേഷം സപ്ലയറെ നമ്മൾ കണക്ട് ചെയ്യും. സപ്ലയർ ആണ് സ്റ്റോക്ക് സൂക്ഷിക്കുന്നത്. നമുക്കൊരു സ്റ്റോക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സപ്ലയർ സ്റ്റോക്ക് സൂക്ഷിച്ച് സപ്ലയർ ആണ് ഡെലിവറി ചെയ്യുന്നത്. നമുക്കാകെ ഇതിനകത്തുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അതെ, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ്, അതിന്റെ മാർക്കറ്റിംഗ്, ഈ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം സപ്ലയർ നോക്കിക്കോളും. ഉദാഹരണത്തിന് സപ്ലയർ നമുക്ക് തരുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 300 രൂപ എന്ന് എഴുതാം. 300 രൂപ നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തു 500 രൂപയ്ക്ക്. അത് ഓർഡർ വന്നു കഴിഞ്ഞാൽ സപ്ലയർ ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് 200 രൂപ മാർജിൻ കിട്ടും. അപ്പോ നമുക്ക് ഈ ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളല്ല ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. അതെ, നമ്മൾക്ക് നമ്മളുടേതായ വെബ്സൈറ്റിലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇപ്പോൾ നമുക്കൊരു 0 അക്കൗണ്ട്സ് വെച്ചിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്, അതിൽ കൂടുതൽ വേണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൺക്ലൂഷൻ എന്ന് പറയാമോ? ഞാൻ പറയുന്നത് മിനിമം ഒരു 5000 രൂപയെങ്കിലും നമ്മൾക്ക് കയ്യിൽ വേണം. ഉദാഹരണത്തിന് നമുക്കൊരു ഡൊമൈൻ നെയിം വാങ്ങണം. അതിന് ഏകദേശം 1000-1200 രൂപ .com നമുക്ക് ചിലവ് വരും. പിന്നെ ഒരു വെബ്സൈറ്റിന്റെ ഹോസ്റ്റിങ്ങിന് ചിലവ് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഉണ്ട്. വോകൊമേഴ്സിലോ അല്ലെങ്കിൽ ഷോപ്പിഫൈയിലോ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 5000 രൂപയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ 0 ബാലൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയകൾ വെച്ചിട്ട് നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാമെന്ന് പറയുന്നവരുണ്ടല്ലോ. അതൊക്കെ മാനുവൽ ആണ്. കാരണം എന്ന് വെച്ചാൽ ഓരോ ഓർഡർ വരുമ്പോൾ നമ്മൾ സപ്ലയറെ ബന്ധപ്പെടുത്തി അത് ഡെലിവറി നോക്കി ചെയ്യണം. ഇതൊക്കെ ഓട്ടോമേറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് രാത്രി ഓർഡർ വന്നാലും രാവിലെ ഓർഡർ വന്നാലും എപ്പോൾ വന്നാലും ഒരു കറക്റ്റ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം. അപ്പൊ മിനിമം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതാണ് ഡ്രോപ്പ് ഷിപ്പിംഗിന് അനുയോജ്യം. ഒരു ഈസി വേ ആണ്. ഒരു വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് സപ്ലയറിന് ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നു, നമ്മൾ അവരെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കേണ്ട എങ്ങനെ പോയി എന്നുള്ളതിനെ പറ്റി. പിന്നെ നമുക്ക് അത് പ്രൊഡക്റ്റ് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കസ്റ്റമറിന് എത്തിയോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ, അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ലൈൻ കാണിക്കുമല്ലോ, ഡെലിവറി കഴിഞ്ഞു, ഷിപ്പിംഗ് കഴിഞ്ഞു എന്നൊക്കെ ചെയ്യുന്നത് പോലെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇത് സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ഏത് പ്രായത്തിലുള്ളവർക്കും ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം. അത് ഇന്ത്യയിൽ ലീഗലാണോ? ഏത് സാമ്പത്തിക സ്ഥിതിയുള്ളവർക്കും സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്കിവിടെ ഇന്ത്യയിൽ അതിന് ലീഗലി ഒരു പ്രോബ്ലംസും ഇല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇന്ത്യയിൽ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങണമെങ്കിൽ മിനിമം GST രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് GST രജിസ്ട്രേഷനുള്ള ഏത് കമ്പനിക്കും മിനിമം നമുക്ക് ഇന്ത്യയിൽ ഇ കൊമേഴ്സ് ബിസിനസ് തുടങ്ങാം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് സ്റ്റുഡൻസിനായിരിക്കും. കാരണം അവർക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ ഒരു പോക്കറ്റ് മണി പോലെയോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഇൻകം ആയിട്ട് തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനാണെങ്കിൽ സാറാണെങ്കിൽ ഇപ്പോൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാർ അതിന്റെ ഡീറ്റെയിൽസ് പറയും. അതെ, നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് മാസ്റ്റർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 മണിക്കൂറിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് 24-ാം തീയതി തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്കൂറാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂർ വെച്ച് വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ. ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് സാർ? അതാണ് ഏറ്റവും അട്രാക്റ്റീവ്. വെറും 99 രൂപയേ ഉള്ളൂ ഫീ. അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, ഈ സമയത്ത് നിങ്ങൾക്കത് നല്ലപോലെ ലേൺ ചെയ്യാം, ഏൺ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്. Presented by Xera.